നിങ്ങളെ ഒരു ദൃശ്യം കാണിക്കാം. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ട സ്റ്റാൻഡ് എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ദൃശ്യത്തിൽ കാണുന്ന ഈ യുവതിയെ അറിയോ? കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളാണ്. ഇതിങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. കാര്യം അങ്ങനെയാണല്ലോ. കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ എന്ത് ചെയ്യുന്നു, അവർ ചെയ്യുന്നതെല്ലാം നല്ല കാര്യവും. എന്നാൽ നേരെ മറിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരുടെ മക്കളെ വിവാദത്തിൽപ്പെടുത്തുക, അവർ മുഖ്യധാരയിലേക്ക് വന്നില്ലെങ്കിൽ പോലും അവർ എവിടെ പഠിച്ചു, എന്ത് പഠിച്ചു എന്നതിനെ സംബന്ധിച്ചെല്ലാം നിരന്തരം വാർത്തകൾ വരും, വിവാദത്തിൽ വലിച്ചിഴയ്ക്കും. പക്ഷെ കോൺഗ്രസിലെ നേതാക്കന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രവർത്തനം കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യാറില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാലോ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾക്ക് ആ ദുരവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. ഇത് VD സതീശന്റെ മകളാണ്. ഇന്നിപ്പോ കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ പൊങ്കാല ഇടാൻ എത്തിയതാണ്. ആ പൊങ്കാല ഇടാൻ എത്തിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ മകൾ എന്നുള്ള നിലയ്ക്ക് കുടുംബത്തിൽ പിറന്ന ശൈലിയിൽ ചോദ്യം ചോദിക്കാൻ ചെല്ലുകയാണ്. നിങ്ങൾ ആരും ഇതുവരെ അവരെ ഒരു ഫ്രെയിമിലും കണ്ടിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ വീണ വിജയനാണ് അവിടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പിണറായിയുടെ മകൾ എന്ന് പറഞ്ഞേനെ. എങ്ങനെ പറയുമായിരുന്നു? മാധ്യമങ്ങളിലൂടെ ഇല്ലാത്ത പല കഥകളും സൃഷ്ടിച്ചെടുത്ത് വ്യക്തിയെ ആക്രമിക്കാൻ കുടുംബത്തിലിരിക്കുന്ന മക്കളെ വരെ വലിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി നേരിടാത്ത സൗഭാഗ്യങ്ങളുള്ള കോൺഗ്രസ്സുകാരുടെ മകളാണ്. ഇപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് റിസർച്ച് സ്കോളർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആഗ്രഹമാണോ അതോ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇപ്പം നമുക്ക് നല്ലൊരു അച്ഛന്റെ ആഗ്രഹങ്ങൾ ഇതാവാൻ ഫ്രൂഷനിലെത്താനായിട്ടാണ് മെയിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അല്ല, അച്ഛന്റെ ആഗ്രഹം ഇപ്പോ കോൺഗ്രസിന് നല്ലൊരു റിസൾട്ട് വരിക എന്നുള്ളതാണ്. അത് ഉണ്ണിമായ അച്ഛനെ പോലെ ഒരു പൊളിറ്റിക്കലായോ മറുപടിയിലൊക്കെ? അല്ല, ഞാൻ ഇങ്ങനെ മറുപടി പറയുന്നത്, ഞാൻ നിങ്ങളിപ്പം വരും എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അച്ഛൻ നേരത്തെ എങ്ങനെയാണ് പറഞ്ഞത്? അല്ല, ഞാൻ ആരും പഠിപ്പിച്ചതല്ല, എനിക്ക് നാച്ചുറലി തോന്നിയ ഉത്തരം പറഞ്ഞതാ. ആ ആഗ്രഹം അച്ഛനെടുക്കുന്ന ഒരു എഫർട്ടിന് റിസൾട്ട് ഉണ്ടാവും. അതെ അതെ, ആ റിസൾട്ട് വരണം എന്നാണ്. അതാണോ അത് പൊങ്കാലിടുന്നതിന് ഒരു കാരണമാണ്? അല്ല, അതിപ്പോ നമുക്ക് ഇപ്പൊ എനിക്ക് നന്നായിട്ട് പഠിക്കണം, അച്ഛന്റെ കാര്യമൊക്കെ ശരി, എന്റെ കാര്യങ്ങൾ ശരിയാക്കണ്ടേ, പഠിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഞാന് റിസർച്ച് സ്കോളറാണ്. അങ്ങനെയൊക്കെ. സതീശന്റെ മകൾ റിസർച്ച് സ്കോളറാണ്, നല്ല കാര്യം. പക്ഷേ പിണറായിയുടെ മകളുടെ വിദ്യാഭ്യാസം അതിനെക്കുറിച്ച് എന്തൊക്കെയാണ്? വിദേശത്ത് പഠിപ്പിച്ചു, ഈ പഠിപ്പിക്കാൻ തൊഴിലാളി പാർട്ടിയിലൂടെ വന്ന വ്യക്തിക്ക് എവിടെ നിന്നാണ് പണം?